അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് ഹോൺബിലിൻ്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷന്. നാഗാലാൻഡിൽ ടോട്ടൽ മേജറായിട്ട് 17 ട്രൈബ്സാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു ഗ്യാതറിംഗ് ആണല്ലോ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ അവരാണ് ഇത് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഐ ഗസ് ഓരോ ട്രൈബും 2 ലൈൻ ഈച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാണ് ഉള്ളത്. ആദ്യം കുറേ നേരം ഇനോഗ്രേഷൻ പ്രസംഗമൊക്കെ ഭയങ്കര ബോർ പരിപാടിയായിരുന്നു. ഈ ഫെസ്റ്റിവൽ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റാണ് മൂപ്പർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ മറ്റ് മേജർ സ്പോൺസേഴ്സാണ് ടൊയോട്ട, എയർ ഇന്ത്യ, അങ്ങനത്തെ മറ്റു പല കമ്പനികൾ. ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഒരു വമ്പൻ പരിപാടിയാണെന്നൊരു കരക്കമ്പ് കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയം നിറച്ച ആൾക്കാരാട്ടോ. ഫുള്ളി ഓവർലോഡായിട്ടൊരു സ്റ്റേഡിയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാഗാലാൻഡിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 4 ഹെഡ് ഹണ്ടേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും എന്തൊരു ട്രൈബൽ ലാംഗ്വേജ് എന്ന് മനസ്സിലായി. ബാക്കി 3 പേരും കിടപ്പിലാണ്. ഇവരോട് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ഹണ്ടേഴ്സ് ആരും തന്നെ ജീവിച്ചിരിപ്പില്ലെന്നാണ് അർത്ഥം. ആളുടെ സ്പീച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഹോണറിങ് പരിപാടിയായിരുന്നു. അവിടുത്തെ ഗവർണറിനെയും മെയിൻ ബാക്കി ചീഫ് ഗസ്റ്റുകളെല്ലാം ഹോണർ ചെയ്യുന്നൊരു ചടങ്ങായിരുന്നു. അയർലൻഡ് രാജ്യം നമ്മുടെ നേഷൻ്റെ മേജർ ഒരു സ്പോൺസറാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഒരു പുള്ളിക്കാരിയാണ് ഇത്. അപ്പം മാമിനെ ഹോണർ ചെയ്യുന്നൊരു ചടങ്ങാണ്. അപ്പോൾ പൊന്നാടയും കിരീടവും അണിയിക്കുന്നു. ആ മാമിന് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും അല്ലേ? കാരണം പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ ട്രൈബൽ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞാൽ എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാനും ഇങ്ങനെ ട്രൈബൽസ് ഒന്നും കണ്ടിട്ടില്ല. അതായത് ഈ രീതിയിൽ കോസ്റ്റ്യൂമൊക്കെ അണിയിച്ചിട്ട് വരുന്ന, തോക്കും വടിവാളൊക്കെ കയ്യിലുള്ള ട്രൈബൽസ്. നമ്മുടെ നാട്ടിലും ട്രൈബൽസ് ഉണ്ട്, പക്ഷേ അവർ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആണല്ലോ. ഇവരും സിവിലൈസ്ഡ് ആയിരിക്കാം, പക്ഷേ അവർ ഇവന് വേണ്ടി 10 ദിവസത്തേക്ക് ഇങ്ങനെ ഫാൻസി ഡ്രസ്സ് പോലെ കൊണ്ടുവരുന്നതാണെന്നൊരു സംശയം ഇല്ലാതില്ല. ഈ കാണുന്ന തലയിൽ ഫെദറുള്ള ടീമാണ് അങ്കാമി ട്രൈബ്. അപ്പോൾ ഇവരാണ് ഇവിടെ നാഗാലാൻഡിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. ഇവർ വേറെ ഏതോ ടീമാണ്, ഞാൻ പേര് മറന്നുപോയി. ഓരോ ട്രൈബിനും അവരുടേതായ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിപ്പോൾ അവരുടെ കോസ്റ്റ്യൂം ആയാലും അവരുടെ ആക്സസറീസ് ആയാലും അവർ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം. ചിലരുടെ ആയുധങ്ങളാണ് പ്രത്യേകത. അപ്പോൾ ഈ മൂപ്പന് തോക്കാണെങ്കിൽ മറ്റവർക്ക് വടിവാളും വെട്ടുകത്തിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പല ഐറ്റംസ്. നമുക്കിവരെ കാണുമ്പോൾ ഒരു അത്ഭുതമാണെങ്കിലും ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തോന്നില്ല. കാരണം ഈ ക്രൗഡ് കണ്ട് ഫുള്ള് സാച്ചുറേറ്റഡ് ആയി. 26 വർഷമേ നടക്കുന്നത്. നാഗാലാൻഡ് യുവതികളോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വൻ ഡിമാൻഡ് ആയിരുന്നു.